ഹലോ ഗൈസ്, കിങ്ങിണിയും ഞാനും വന്ന ഞങ്ങളുടെ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കിന്നിവിടെ കുറച്ച് നല്ല നെത്തോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ വൃത്തിയാക്കി വെട്ടി തേച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു നാടൻ നെത്തോലി കറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് പുളിഞ്ചിക്കയും ഒരു 4 പച്ചമുളകും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുളി ഉപയോഗിക്കുന്നില്ല, പുളിഞ്ചിക്ക ഇട്ടാണ് ഇത് കറി വെക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പിന്നെ ചെറിയ ഉള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരല്പം ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ എല്ലാവരും ഇടണമെന്നില്ല, പക്ഷേ നമ്മളിടുന്ന രീതിയാണ് കാണിക്കുന്നത്. പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ ആൻറ്റി നമുക്ക് കുറച്ച് ചക്ക ഉണ്ടെന്ന് കേട്ടോ, കുറച്ചുള്ള. അപ്പോൾ ഞാൻ കരുതി ചക്ക ഒന്ന് ഉടച്ച് കറി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും എല്ലാം നോക്കിക്കോളൂ. ജീരകമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മഞ്ഞൾപ്പൊടി, അപ്പോൾ അങ്ങനെ തേങ്ങ എല്ലാം കൂടി എടുത്ത് വെച്ചേക്കുവാണേ. അപ്പോൾ അതങ്ങനെ പോട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ കൂട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് കലക്കി വെച്ചു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാൻ ആരും മറക്കരുത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അത്യാവശ്യം വേണ്ട വെള്ളമൊക്കെ വെച്ചിട്ട് വെക്കുവാണ്. നമുക്ക് തിളച്ചൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ പാകത്തിന് നോക്കാം. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് വീഡിയോ അത് വിട്ടുപോയി. ഞാൻ എടുത്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് പുളി കുറവായതുകൊണ്ട് ഞാൻ ഒരു തക്കാളി അതിലിട്ടിട്ടുണ്ട്, അത്യാവശ്യം പുളിക്ക് വേണ്ടിയിട്ട്. ബാക്കി ഉപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി നോക്കിയപ്പം ഇച്ചിരി ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഇടയ്ക്കൊന്നും എടുത്ത് നോക്കണം കേട്ടോ, അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ കിങ്ങിണിയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് പറയണമെന്ന് കരുതിയത്. അപ്പോൾ കിങ്ങിണി ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇല്ല. കിങ്ങിണി ആരാ, എന്താ കിങ്ങിണി ഞാനും ഒന്നാണല്ലോ ഞങ്ങളുടെ ഈ ചെറിയ ചാനലിൻ്റെ പേര്. അപ്പോൾ അവൾ വരട്ടെ, വന്നതിന് ശേഷം പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ എൻ്റെ കറി ഏകദേശം വറ്റി ഇങ്ങനെ വരികയാണ്. ഓക്കെ, അപ്പോൾ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കറി വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു നല്ലതായിട്ട് വറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കറിയൊക്കെ ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് എൻ്റെ ചക്ക റെഡിയായിട്ട് ചക്ക കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചക്കയും നെത്തോലി മീൻ കറിയും കൂടിയായിട്ട് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, ചക്കയും നെത്തോലി മീൻ കറിയും കൂടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, താങ്ക് യു.